സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്നും നാളെയും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. കോഴിക്കോട് നഗരത്തിലെ രൂക്ഷമായ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് BJP രംഗത്തെത്തി. കൊച്ചിയിലും തിരുവനന്തപുരത്തും കനത്ത മഴ തുടരുകയാണ്. അതേസമയം കനത്ത മഴയെ തുടർന്ന് തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത്, കോഴിക്കോട് നിന്നും ദിഷ്ണ എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണോ ബന്ധപ്പെട്ടവർ നൽകിക്കഴിഞ്ഞത്? KP വരുന്ന 4 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലും തലസ്ഥാനത്തടക്കം വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോര മേഖലകളിലായിക്കോട്ടെ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലായിക്കോട്ടെ, ഈ മേഖലകളിലെല്ലാം മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ജില്ലകളിലും മഴ ശക്തമായി പെയ്യുകയാണ്. ഇന്ന് 5 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെയും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം അടക്കമുള്ള ജില്ലകൾ, തൃശൂർ, ഇടുക്കി, പാലക്കാട് എന്നിവിടങ്ങളിലുള്ള ഈ 6 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകൾക്ക് 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് തന്നെ ഉള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. പലയിടങ്ങളിലും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോട് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മഴ ശക്തമാകുന്നതോടുകൂടി പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നഗരപ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ദുരന്ത മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് മേഖലയുള്ളവർ, അതായത് തീരദേശ മേഖലയിൽ താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. മാത്രമല്ല, ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. എന്തായാലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അല്പസമയമായി, അതായത് ഉച്ചതിരിഞ്ഞ് അല്പസമയത്തേക്ക് തലസ്ഥാന നഗരിയിൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ട്. മഴ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മറ്റ് ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ പല ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലാണ് നിലവിൽ മഴ ശക്തമായി പെയ്യുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലടക്കം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നടക്കമുള്ള മുന്നറിയിപ്പുകളുമുണ്ട്. എന്തായാലും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഈ പ്രധാനമായും നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴ ശക്തമായി പെയ്യുന്നത് ഈ മലബാർ മേഖലകളിലാണ്, അതായത് വടക്കൻ കേരളത്തിലാണ് പ്രധാനമായിട്ടും റെഡ് അലർട്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും ദിഷ്ണ ചിരിയാണ്. ദിഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാർ മേഖലയിൽ മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ കോഴിക്കോട് നഗരമധ്യത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിൽ വലിയ വേറിട്ട ഒരു പ്രതിഷേധവുമായി തന്നെയാണ് BJP രംഗത്ത് വന്നു കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ കനത്തു പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഈ മുക്കം, കാരശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും മഴ ശക്തമായി പെയ്യുകയാണ്. ഈ കാരശ്ശേരിയിലെ ചോനാട് പഞ്ചായത്തിലൊക്കെ തന്നെയും വെള്ളം കയറിയ അവസ്ഥയിലാണ്. കൂടാതെ തന്നെ ഈ വിലങ്ങാട്, നമുക്കറിയാം വയനാടിന് സമാനമായ ദിവസം തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായത്. വിലങ്ങാട് നഗരത്തിനെ ബന്ധിപ്പിക്കുന്ന പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ താമസക്കാരോട് പ്രത്യേകിച്ച് ബന്ധുവീടുകളിലേക്കൊക്കെ മാറുവാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ കാലവർഷത്തിലും ദുരിതാശ്വാസ ക്യാമ്പ് കോഴിക്കോട് ജില്ലയിൽ ആദ്യം തുറന്നത് ഈ വിലങ്ങാട് പ്രദേശത്താണ്. അത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ മാറണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മഴ പെയ്താൽ കോഴിക്കോട് ജില്ലയുടെ പ്രത്യേകിച്ച് നഗരമധ്യത്തിലെ ഒരു സ്ഥലമാണ്
സ്ഥലമാണ് കിഡ്സാൻ കോർണർ. അവിടെ ക്രമാതീതമായി വെള്ളക്കെട്ട്, അതായത് വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ വ്യാപാരികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ വെള്ളക്കെട്ടിനെ മറികടന്ന് പോവേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വെള്ളക്കെട്ടിൽ തോണിയിറക്കി വലയെറിഞ്ഞാണ് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത്. എന്തായാലും ഉടനടി ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നഗരമധ്യത്തിൽ ഇപ്പോൾ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും മലയോര മേഖലയിൽ കനത്ത മഴ ലഭ്യമാവുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും വീടിന് മുകളിലേക്ക് മരം വീണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട്. വീട്ടിലെ അടുക്കള ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ ഇരുവഴിഞ്ഞി പുഴയിലൊക്കെ തന്നെയും വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുന്നു. വിലങ്ങാട് പുഴയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളത്തിന്റെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ള. നമുക്കറിയാം, ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പുതിയാപ്പ തുടങ്ങിയ തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് എല്ലാ കാലവും ഈ കടൽ ഭിത്തിയില്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയും നിരവധി തവണ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KP കോഴിക്കോട് നിന്നും ദൃഷ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.